സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പം നിൽക്കുന്നത് തിരുവനന്തപുരം നമ്മുടെ വൈദ്യുത ശ്മശാനത്തിലാണ്. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള വൈദ്യുത ശ്മശാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ശാന്തി കവാടം എന്ന് പറയാം. തൈക്കാടുള്ള ശാന്തി കവാടം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതിന് അകത്തോട്ടൊന്ന് കയറാം. ഇവിടെ ഇന്നിപ്പം ശ്മശാനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇന്നാരും അഡ്മിഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് കയറി കാണാം. പോയിട്ട് അപ്പോൾ എടുത്തിട്ട് എടുക്കാം. കാര്യം അപ്പോൾ ഇവിടെ ഇതിൻ്റെ റേറ്റുകളും കാര്യങ്ങളും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം കേട്ടോ. അകത്തുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ. ഞാനിതുവഴി ഇങ്ങനെ വന്നപ്പോൾ അതൊന്ന് ഇങ്ങനെ കണ്ടു കയറുന്നുള്ളൂ. ഇതിനകത്തോട്ടൊന്നും കയറി വിശദമായിട്ടൊന്നും കാണാൻ നിൽക്കുന്നില്ല. നമുക്ക് പോവാം. ഇവിടെ ഈ ഏരിയയിൽ മുഴുവൻ ശ്മശാന മൂകത നിൽക്കുന്ന, ശ്മശാന മൂകത എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിൻ്റെ ഒരു ശാന്തതയാണ് കേട്ടോ. അങ്ങനെ തിരുവനന്തപുരം വൈദ്യുത ശ്മശാനം തൈക്കാട്ടുള്ള അതാണ് നമ്മൾ അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഉള്ള ഭാഗങ്ങളിലൊക്കെ മറ്റ് ഈ ഓരോ സമുദായങ്ങളുടെയൊക്കെ ശ്മശാനങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. ഇവിടെ ഇങ്ങനെ അപ്പുറത്ത് വിറവൊക്കെ ഉണ്ട്. പക്ഷെ വിറവുണ്ട്, ഗ്യാസുണ്ട്, കറണ്ട് ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും. ഓരോ സമുദായത്തിൻ്റെയും ശ്മശാനങ്ങളുടെ ഒരു കോംപ്ലക്സാണ് ഇവിടെ. നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഈ കാണുന്ന അവിടെ ചെട്ടി സമുദായത്തിൻ്റെ ശ്മശാനമാണ് ആ കാണുന്നത്. അവിടെ കാണുന്നത് ഇവിടെ ഏതോ ഒരു സമുദായത്തിൻ്റെ ശ്മശാനമാണ്. ഇങ്ങനെ ഓരോ സമുദായങ്ങൾക്ക് ഇങ്ങനെ ഇതേതോ തമിഴ് വിശ്വകർമ്മ സമുദായത്തിൻ്റെ ശ്മശാനം. നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്തൂടെ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ശ്മശാനത്തിലൂടെയുള്ള ഇവിടെയൊക്കെ നമുക്കൊരു ഇവിടെ ഏതോ സമുദായത്തിൻ്റെ ശ്മശാനത്തിന് അത് കർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. നടക്കുമെന്ന് തോന്നുന്നു. അവിടെ ദൂരെ കാണാം. ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ടെല്ലാം ശ്മശാനത്തിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു ശാന്തത ലോകത്തെവിടെടുത്തും കിട്ടത്തില്ലെന്നാണ്. നമ്മളൊരു ശ്മശാനത്തിലൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന ശാന്തത വേറൊരു സ്ഥലത്തും നമുക്ക് കിട്ടത്തില്ല. ഇതെല്ലാം ഈ ഓരോ സമുദായങ്ങളുടെ ഈ മതിലിനപ്പുറത്ത് ശ്മശാനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെല്ലാം ശ്മശാനത്തിൻ്റെ ഒരു കോംപ്ലക്സാണ്.